ശിശുപാലിനെ സ്വയംവരം ചെയ്യാൻ എനിക്ക് കഴിയില്ല ഏട്ടത്തിയമ്മേ. ഇത് രാജാവിന്റെ കൽപ്പനയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് നാടകം എന്ന് പറഞ്ഞ ഒരു സെക്ഷനിൽ അഭിനയിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത്രകാലം റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ നോ പറഞ്ഞില്ല. കാരണം എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. സോ അതിനുള്ള പുറപ്പാടില്ലാട്ടോ. അപ്പോൾ നമുക്ക് ഇന്നാണ് പ്രോഗ്രാമും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് എൻ്റെ ചാനലിലിടണം. കാരണം നമ്മുടെ ലൈഫിൽ എന്തും ഫസ്റ്റ് നടക്കുന്നത് എപ്പോൾ ഒരു ഓർമ്മ പോലെ ഇവിടെ ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ വ്ളോഗ് പ്രത്യേകമായിട്ട് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ പോകുമ്പോൾ തന്നെ കുറച്ച് പൊട്ടിയൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അവിടുത്തെ മേക്കപ്പ് മാനൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ എൻ്റെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാട്ടോ പോകുന്നത്. നല്ലൊരു ക്യാരക്ടറാണ്, അതായത് കൃഷ്ണൻ്റെ ഭാര്യ രുക്മിണിയായിട്ട്. അപ്പോൾ എൻ്റെതായ ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഔട്ട്ലുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചെയ്ത മേക്കപ്പ് ആട്ടോ. ഒന്നുമില്ല, എൻ്റെതായ ലെവലിലുള്ള ആ ഒരു കെട്ടടി വിത്മീലെല്ലാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ ഞാൻ എത്തുമ്പോൾ തന്നെ എൻ്റെ പാർട്ട്ണർ, അതായത് എൻ്റെ നാടകത്തിലെ പാർട്ട്ണർ കൃഷ്ണനും ഒക്കെ എത്തിയിരുന്നു. കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ മാഷാട്ടോ, ഒരു സ്കൂൾ മാഷാണേ. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഇവരെ കൂടെ ഒരു ടീമിൻ്റെ കൂടെ ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ടീം മീൻസ് നമ്മൾ ഗാനമേളക്കും അങ്ങനെയൊക്കെ പോകുന്ന ടീമൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ കൂടെ ആദ്യമായിട്ടാണ്. ഗൈസ്, ഇതൊരു ടീച്ചറാണ്, ഡാൻസ് ടീച്ചർ, പേര് വർണ്ണ കേട്ടോ. ഇവർക്ക് ട്രൂപ്പൊക്കെ ഉണ്ട്, രുദ്ര എന്നാണ് പേര്. അപ്പോൾ ഇതാണ് മേക്കപ്പ് മാൻ. അപ്പോൾ മേക്കപ്പ് മാൻ മീൻസ് നമ്മൾ ഈ ഒരു നാടകത്തിൽ രാജാവ് മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു പുട്ടി ലുക്ക് വേണ്ടേ. എന്തായാലും ഒരു മേക്കപ്പ് മാൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞത്. പക്ഷേ നമ്മൾ ലേഡീസിന് ഒരു ചെറിയ ലൈറ്റ് മേക്കപ്പ് മതി എന്നുള്ള ലെവലായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് പോയത്. പിന്നെ അവിടെ പോയിട്ട് ഹെയർ വെച്ചു, ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഓൾറെഡി ബ്ലൗസ് ഇട്ടിട്ട് വന്നിനി. പിന്നെ എനിക്കങ്ങനെ ഡ്രസ്സ് ഇടാൻ പണി ഉണ്ടായിട്ടില്ല. അപ്പോൾ ബാക്കി ഈ നെറ്റിപ്പട്ടും അതൊക്കെ അവിടെ നിന്ന് എനിക്ക് ആൾക്കാർ ഹെൽപ്പ് ചെയ്തു തന്നിട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച സംഭവം. അതായത് നമുക്ക് നമ്മളെ കാര്യം പോലും നോക്കാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടാവില്ല. നമ്മളെ കൂടെ ആരെങ്കിലും വേണം. അവിടുത്തെ ക്യാരക്ടേഴ്സിനൊന്നും നമ്മളെ ശ്രദ്ധിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ്, എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനൊന്നും അറിയില്ല. പക്ഷേ ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം രുക്മിണിയുടെ വേഷം, രുക്മിണി വന്ന് ശ്രീകൃഷ്ണൻ്റെ കൂടെ സ്റ്റേജിലുണ്ടാകുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അതുവരെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഫീൽ വരില്ല. കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളൊരു എന്താ പറയുക, അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ജീവിക്കുന്ന പോലെ ആയിരിക്കണം. അതുപോലെയാണ് ഞാൻ എൻ്റെ ആക്ടിങ്ങും ചെയ്യാറ്. അപ്പോൾ അത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലുള്ളത്. ഇപ്പോൾ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്താം. മീൻസ് എല്ലാ ക്യാരക്ടറിൻ്റെയും പേരെനിക്ക് വലിയ പിടുത്തമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറിയ ഗ്യാപ്പിലാണ് പ്രാക്ടീസിന് പോവുക. കാരണം കഥ കുറച്ചൊക്കെ അറിഞ്ഞു വെച്ചു. കാരണം മോനുള്ളതുകൊണ്ട് അത്രയൊന്നും വലിയ രീതിയിൽ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഞാൻ തൊട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കാവില്ല. പിന്നെ എല്ലാവരെയും ഒന്നും കിട്ടിയിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും മേക്കപ്പിൻ്റെ തിരക്കിലാണ്. അതായത് ജെൻസിനാണ് ഓവറായിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പ് മാൻ്റെ റൂമിലേക്ക് ഉള്ളതും. നമ്മൾ ലേഡീസൊക്കെ നമ്മൾ തന്നെ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് വന്നത് കേട്ടോ. അപ്പം ഇവിടെ നമ്മളെ സംവിധായകനും ബാക്കി ക്യാരക്ടേഴ്സും പിന്നെ അതിൻ്റെ ഓണേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ടതാട്ടോ. ഇതൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു കൂട്ടായ്മ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ റൂമിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ പുറത്തുനിന്നും എടുത്ത ഒരു അഭിനയം ഒരു വലിയൊരു സ്ക്രീനിൽ എന്താ പറയുക, എന്നെ സംബന്ധിച്ചൊരു വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ടീമിൻ്റെ കൂടെയും വർക്ക് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ അവസരം കിട്ടിയാൽ ഞാൻ പോകും. കാരണം ആക്ടിങ് എവിടെയുണ്ടോ അവിടെ എനിക്ക് പോകാൻ ഇഷ്ടമുണ്ട്, ഇപ്പോഴും ഇഷ്ടമുണ്ട്. പാട്ടിനേക്കാൾ എനിക്കിഷ്ടം ആക്ടിങ് ആണ്. കാരണം എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ആക്ടിങ്ങിലൂടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ച് കാരണം നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നത് 9:30 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇനി ഗാനമേള ആയാലും നാടകമായാലും 9:30 എന്ന് പറഞ്ഞാൽ 9:30ക്കൊന്നും തുടങ്ങലില്ലല്ലോ, എന്തായാലും ഉറപ്പല്ലേ. അപ്പോൾ ഞാൻ എന്താ പറയുക, ഈ ഒരു സെക്ഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാലും കുറച്ച് അല്ലറ ചില്ലറ ഈ എന്താ പറയുക പുറമോടിയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്യണം. അതായത് പൂവെക്കലും കാര്യങ്ങളും. സത്യത്തിൽ ആ മുല്ലപ്പൂ വെച്ചപ്പോൾ നല്ലൊരു ലുക്ക് വന്നിന്. ഇനിയിപ്പോൾ ആ ഒരു റെഡ് പൂ വെക്കേണ്ട ആവശ്യം വരുന്ന എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്ന കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി വേണം. ഓൾറെഡി ആയിന്ന് തോന്നുന്നു. എനിക്ക് ആ വെള്ള മുല്ലപ്പ് വെച്ചപ്പോൾ തന്നെ പ്ലാസ്റ്റിക്കാട്ടോ, അത് വെച്ചപ്പോൾ തന്നെ കുറച്ച് ഫിനിഷിങ് ലുക്ക് കിട്ടി. പിന്നെ അത് വെച്ചപ്പോൾ വേറെ എന്തോ ഒരു ലുക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, അത് വേണ്ടാന്ന് വെച്ചു. അത്ര വലിയ ഭംഗി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അത് വെച്ചിട്ടില്ല കേട്ടോ. ഓൾറെഡി ഞാൻ സത്യത്തിൽ ഈ മടഞ്ഞ മുടിയായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ മറ്റേ നീളം മുടിയിൽ എക്സ്റ്റൻഷൻ ഹെയർ ആണ് വെച്ചത്. അതുകൊണ്ട് അതിൻ്റെതായ കോട്ടങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയല്ലോ ഒപ്പിച്ച് ഗൈസ്, കാരണം ആദ്യമായിട്ടായതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് വരേണ്ടത്, എനിക്ക് ആ ഒരു ഫസ്ട്രേഷനൊക്കെ ഉണ്ടായിന്. ഇപ്പോൾ കുറേ മാറി. ഇനി രണ്ടാമത്തെ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് മാറുമായിരിക്കും. അങ്ങനെയാണല്ലോ, ഫസ്റ്റ് സ്റ്റേജ് എപ്പം പറയും കാര്യങ്ങൾ. പക്ഷെ ഒരു പേടി ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു പേടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല. കാരണം പാട്ടൊക്കെ പാടുമ്പോൾ ഭയങ്കര പേടി ഉണ്ടായി. പക്ഷേ ഇതെനിക്ക് ഇഷ്ടമുള്ളതാണ്ടാന്ന് തോന്നുന്നു, എനിക്കൊരു പേടി ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നാടകം തുടങ്ങി. അടിപൊളി നാടകമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ സീനിലും കയറി ചെല്ലണ്ട, അതുകൊണ്ട് തന്നെ വലിയ പേടിയൊന്നും എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു. എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. നാടകത്തിൻ്റെ പേരാണ് കൃഷ്ണായനം. അപ്പം നമുക്കതിൽ ചെറിയ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒന്നും നമുക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം എന്ന് വെച്ചാൽ 2-3 മണിക്കൂറത്തെ നാടകമല്ലേ. അപ്പം അതിൽ കുറച്ച് സീൻസൊക്കെ ഞാൻ ഒപ്പി എടുത്തിട്ടുണ്ട്. ജരാസന്ധ മഹാരാജാവ് ശക്തിയുള്ള ശത്രുക്കളെയൊക്കെ തോൽപ്പിച്ച് ഗംഗാ സമതലത്തിലെ മഹാചക്രവർത്തി മാഗധൻ. എന്നിട്ടും എങ്ങനെ? കണ്ണീര് കണ്ടാൽ കരളലിയുന്നവനല്ല ഈ ജരാസന്ധൻ. മഹാരാജാവേ, ഇവൾ ഗോപാസനത്തിലെ വിദൂഷിയാണ്, പേരെടുത്ത നർത്തകി. ഓഹോ, അങ്ങനെയാണ്. കലയെയും നാടകം തുടങ്ങിക്കഴിഞ്ഞു. സെക്കൻഡ് ഹാഫ് അങ്ങനത്തെ കുറച്ച് സീനിന് ശേഷമാണ് നമ്മുടെ കൃഷ്ണനൊക്കെ എൻ്റർ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ കൃഷ്ണൻ ഇവിടെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ്റെ കൂടെ ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നല്ല ലവ് സീനും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ധാരണ നമ്മൾ അപ്പുറം ഇപ്പുറം ഇങ്ങനെയൊക്കെയാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് സ്റ്റേജിൽ നിന്ന് ലൈവായിട്ട് ചെയ്യലാണ്. പൊതുവേ പ്രാക്ടീസിനൊക്കെ പഠിച്ചിട്ടല്ല, ലൈവായിട്ട് ചെയ്യലാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ധാരണയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് അവരോട് ചോദിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ സീന് കയറി. ചോദ്യം ചെയ്താൽ അനന്തരഫലം മരണമാണെന്ന് മറക്കണ്ടോ നീ? രുക്മിണി, സ്വയംവരത്തിന് സമയമാകുന്നു. ദേവി ദർശനം കഴിഞ്ഞ് സ്വയംവര മണ്ഡപത്തിൽ വേഗമെത്തണം. രുക്മിണിക്ക് കൂട്ടായി സുവ്രതയും. ഏട്ടാ, എന്താ? ഏട്ടനെ ഒന്ന് കാണുവാനും സംസാരിക്കുവാനും വേണ്ടി എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. ജരാസന്ധ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും വന്ന ശേഷം തിരക്ക് പിടിച്ച ദിനങ്ങളായിരുന്നു ഏട്ടന്. സത്യമാണ് അനുജത്തി, തിരക്ക് പിടിച്ചൊരു ജീവിതമായി പോയി നിന്റെ ഈ ഏട്ടന്. ഗംഗാ സമതലത്തിന്റെ ചക്രവർത്തിയാകാൻ പോകുന്ന നമുക്ക് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല. അതിനിടയിൽ നിന്റെ സ്വയംവരം കൂടി ആയപ്പോ സ്വയംവര തീരുമാനം അല്പം ധൃതിയായി പോയില്ലേ ഏട്ടാ? ഇത്ര പെട്ടെന്ന്? മഠൈ, തോഴിമാരുമായി ഉദ്യാനത്തിൽ ഗൈസ്, വളരെ കുറച്ച് സീന് മാത്രമേ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. വലിയ സീനൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പം എൻ്റെ നെക്സ്റ്റ് സീനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്തു. ഇനി വരുന്നത് രുക്മിണിയുടെയും കൃഷ്ണൻ്റെയും മോനായ അനിരുദ്ധൻ്റെ കല്യാണത്തിൻ്റെ ഒരു സീനാണ്. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. സാരി ആയിരുന്നു എടുത്ത് വെച്ച വേഷം, പക്ഷെ അതൊന്നും എടുക്കാനുള്ള സമയമില്ല ഗൈസ്. കാരണം പെട്ടെന്ന് സീൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് ഞാൻ വന്നു. കാരണം ഞാൻ 2 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിചാരിച്ചു വന്ന ഇതിലേക്ക് ഇടാന്ന് വെച്ചു. അങ്ങനെ ഗൈസ്, കൃഷ്ണനും ഞാനും രുക്മിണിയും ഒക്കെ നെക്സ്റ്റ് വേഷത്തിലെല്ലാം ഒക്കെ അഭിനയിച്ചു. അങ്ങനെ നമ്മുടെ ആ ഒരു സീന് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം ഫോൺ ആ സമയം എൻ്റെ അടുത്തായിപ്പോയി.
അപ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് സീനാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അങ്ങനെ ഞങ്ങളെ സീനൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, ലാസ്റ്റ് ക്ലൈമാക്സ് എത്തി. ഇനി കോസ്റ്റ്യൂംസൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി ഗൈസ്. അപ്പോൾ എനിക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ നാടകം എന്ന് പറയുന്നതും. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ ലാസ്റ്റ് ഭഗവാനായി, അതായത് മഹാവിഷ്ണുവിൻ്റെ അവതാരം അല്ലേ, അങ്ങനെയായിട്ട് വരുന്ന ലാസ്റ്റ് സീനാണത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഗൈസ് ഡ്രസ്സ് ഇവിടെ മുടി പറിച്ച് കീറുന്ന സീനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ ആണല്ലോ, കുത്തുമ്പോൾ നല്ല വൃത്തിക്ക് കുത്തും. എനിക്കിങ്ങനെ എടുത്ത് മറ്റേ എന്താ പറയുക മാറ്റി, നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എല്ലാം വലിച്ചു വാരിയിടലാണ്. നിങ്ങൾക്ക് പൊതുവേ എന്നെ അറിയാം. അതുപോലെ തന്നെയാണ് ഗൈസ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് ഹെയർ പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. കാരണം എക്സ്റ്റൻഷൻ ഹെയർ ഒന്നും വലിയ നമുക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. നമ്മൾ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ അവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഞാൻ എവിടെ പോകുമ്പോൾ അങ്ങനെ എൻ്റെ ഒറിജിനൽ ഹെയർ വെച്ചിട്ടാണ് ഗൈസ് പോകാറ്. അപ്പോൾ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റല്ല, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാം പറിച്ച് കീറിയും. അപ്പോൾ അതിന് സഹായിക്കുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞ നർത്തകി. നല്ല വേഷമൊക്കെ ഉണ്ട് കേട്ടോ ഇവക്ക്, അടിപൊളിയാണ്, നല്ല ഡാൻസറാണ്. അപ്പോൾ അതിൽ എനിക്കതൊന്നും ആ സീനൊന്നും കിട്ടിയിട്ടില്ല. അഥവാ എനിക്ക് അതുപോലത്തെ സീൻസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഷോർട്സിൻ്റെ രൂപത്തിൽ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കൃഷ്ണായനം എന്ന് പറഞ്ഞ നാടകം എവിടെയെങ്കിലും ഇതേപോലെ അരങ്ങേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കാം. ബുക്ക് ചെയ്യേണ്ടവരൊന്ന് ബുക്ക് ചെയ്യുക. നല്ല നാടകമാണ്. ഞാൻ ചെറിയ ചെറിയ സീന് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.